ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഞ്ഞിൽ വിരിഞ്ഞ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ മഹേഷും രാഗിണിയും ഒക്കെ എത്തുന്നു. മല്ലികാമ്മ സന്തോഷത്തോടുകൂടി അവരെ സ്വീകരിക്കുന്നു. പാല് കാച്ചിയോ ചേച്ചി എന്ന് മഹേഷ് ചോദിക്കുമ്പോഴത്തേക്കും മല്ലികാമ്മ പറയുന്നുണ്ട്, നീ വരാതെ എങ്ങനെയാണ് ഞാൻ പാല് കാച്ചുകയെന്ന് പറയാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ തന്നെ രാഗിണിക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. രാഗിണി ചോദിക്കുകയാണ്, നിങ്ങളുടെയൊക്കെ നാട്ടിൽ ആൾക്കാരെ നോക്കിയാണോ നിങ്ങൾ പാല് കാച്ചിക്കൊണ്ടിരിക്കുന്നത്? ഞങ്ങളുടെയൊക്കെ നാട്ടിൽ മുഹൂർത്തം നോക്കിയാൽ പാല് കാച്ചുന്നതെന്ന് പറയാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ മല്ലികാമ്മ പറയുന്നുണ്ട്, മുഹൂർത്തമായിട്ടില്ല എന്ന് പറയാം. അങ്ങനെ പറയാം, മുഹൂർത്തമായിട്ടില്ല എന്ന്. മുഹൂർത്തമായിരുന്നെങ്കിൽ അപ്പോൾ ഞങ്ങൾ വന്നില്ലെങ്കിലും പാല് കാച്ചുമായിരുന്നു. അതല്ലേ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നു. രാഗിണി ഭയങ്കര ദേഷ്യത്തിലാണല്ലോ എന്ന് ചോദിക്കാട്ടോ ചെയ്യുന്നത് മല്ലികാമ്മ. അപ്പോൾ ഉടനെ അങ്ങനെയൊന്നുമില്ല എന്ന് മഹേഷ് പറയാട്ടോ ചെയ്യുന്നത്. ദേഷ്യമൊന്നുമില്ല, ഞാൻ പറയാനുള്ളത് പറഞ്ഞു എന്നുള്ളൂ, ഇങ്ങോട്ട് തന്നെയെന്നും പറഞ്ഞുകൊണ്ട് ഗിഫ്റ്റ് എടുത്ത് മല്ലികാമ്മയുടെ നേരെ നീട്ടുന്നു. അപ്പോൾ ഇതൊന്നും വേണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അത് നിങ്ങളുടെ മര്യാദ, ഗിഫ്റ്റ് തരണമെന്നുള്ളത് ഞങ്ങളുടെ മര്യാദ എന്ന് പറയാട്ടോ ചെയ്യുന്നത്. അങ്ങനെ മല്ലികാമ്മ അത് ഗിഫ്റ്റൊക്കെ വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. പിന്നീടാണ് ഈ ഹരി ചിത്തിരയെ മാറ്റി നിർത്തിക്കൊണ്ട് ഹരി താൻ കൊണ്ടുവന്നൊരു ഗിഫ്റ്റ് എടുത്ത് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. ഇതെന്താണെന്ന് ചിത്തിര ചോദിക്കുന്നു. തുറന്നു നോക്കുമെന്ന് പറഞ്ഞു. തുറന്നു നോക്കുമ്പോൾ ഒരു മാല കേട്ടോ. അത് എനിക്ക് വേണ്ടി വാങ്ങിച്ചതാണോ എന്ന് ചിത്തിര ചോദിക്കുന്നു. അതേന്ന് പറയുന്നു. ഞാൻ മറ്റൊരാളുടെ കയ്യിൽ നിന്ന് ഒരു സമ്മാനവും വാങ്ങാറില്ല, എനിക്കത് വാങ്ങുന്നത് ഇഷ്ടമല്ല, എനിക്ക് വേണ്ടതെല്ലാം അച്ചമ്മ വാങ്ങിത്തരും. ക്യാപ്റ്റൻ തന്ന സ്വർണ്ണമാല വരെ വിറ്റ ആളല്ലേ ഞാൻ, ഇതെല്ലാം ഹരിക്ക് അറിയാവുന്നതല്ലേ, അതുകൊണ്ട് എനിക്കിത് വേണ്ട ഹരി തന്നെ വെച്ചോളൂ എന്ന് പറയാട്ടോ ചെയ്യുന്നത്. ഇത് കേൾക്കുന്ന ഹരിക്ക് വിഷമാവുന്നുണ്ട് കേട്ടോ. വേറൊന്നും തോന്നരുത്, എന്നോട് പിണക്കവും വിചാരിക്കരുത്, ഹരി ഇത് വാങ്ങണമെന്ന് പറഞ്ഞുകൊണ്ട് ചിത്തിര അത് തിരികെ കൊടുക്കുന്നു. വിഷമത്തോടു കൂടി ഹരി അത് തിരികെ വാങ്ങിക്കാട്ടോ ചെയ്യുന്നത്. പിന്നീട് ഇങ്ങനെ വിഷമിച്ച് ഹരി ഇങ്ങനെ നിൽക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോഴത്തേക്കും ചിത്തിര പറയുന്നുണ്ട്, ഇതിൻ്റെ പേരിൽ എന്നോട് നീരസമൊന്നും തോന്നരുത്, ചായ കുടിച്ചായിരുന്നോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഉടനെ ചായ കുടിച്ചില്ല എന്ന് പറയുന്നു. അപ്പം ചിത്തിര പറയുന്നുണ്ട് കേട്ടോ, ഞാൻ ചായയൊക്കെ എടുത്തു തരാമെന്ന് പറയുന്നു. പക്ഷേ ഹരി അവിടെ വിഷമത്തോടു കൂടി നോക്കി നിൽക്കുക കേട്ടോ ചെയ്യുന്നത്. ആ ഗിഫ്റ്റ് ചിത്തിര വാങ്ങിക്കാവുന്നതുകൊണ്ട്. പിന്നീട് ശങ്കർദാസ് വന്ന് ക്യാപ്റ്റൻ്റെ അടുക്ക പറയാട്ടോ ചെയ്യുന്നത്, എന്താ നീ ഇങ്ങനെ ഇരിക്കുന്നത്, റെഡി ആയില്ലേന്ന് ചോദിക്കുന്നു. എന്തിനാ ഞാനിപ്പോൾ റെഡി ആവുന്നതെന്ന് ചോദിക്കുന്നു. ഇന്നലെ ചിത്തിരയുടെ വീടിൻ്റെ പാല് കാച്ച് നമുക്ക് പോകണ്ടേന്ന് ചോദിക്കാട്ടോ ചെയ്യുന്നു. അത് ശരിയാണല്ലോ, ഇന്നാണല്ലോ എന്ന് പറയുന്നു. പക്ഷേ ശങ്കു ഞാൻ വരുന്നില്ല എന്ന് പറയാം. അതെന്താ നീ നമ്മളെ പ്രതീക്ഷിക്കില്ലേന്ന് ചോദിക്കാട്ടോ ചെയ്യുന്നത്. അങ്ങനെ അവർ പ്രതീക്ഷിച്ചാലും സമയം കഴിയുമ്പോഴത്തേക്കും അവരങ്ങ് മറന്നോളും. നമ്മളിപ്പോൾ അങ്ങോട്ട് പോകണ്ട, ഞാൻ എന്തിനാണ് അവിടെ ശല്യമായിട്ട് പോകുന്നത്, അതുകൊണ്ട് എനിക്ക് പോകാൻ താല്പര്യമില്ല ശങ്കു എന്ന് ക്യാപ്റ്റൻ പറയാട്ടോ ചെയ്യുന്നയോ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ, നിനക്ക് ചിത്തിരെ കാണണ്ടേന്ന് ചോദിക്കാട്ടോ ചെയ്യുന്നത്. വേണ്ട ശങ്കു, കണ്ടു കഴിഞ്ഞാൽ എനിക്ക് കൂടുതൽ വിഷമമാവുമെന്ന് പറയുന്നു. ഞാനൊരു കാര്യം പറയട്ടെ ശങ്കു, നമുക്ക് തിരിച്ച് ഷിംലയിലേക്ക് പോയാലോ എന്ന് ചോദിക്കാട്ടോ ചെയ്യുന്നത്. ഷിംലയിൽ ചെന്ന് അവിടുത്തെ തണുപ്പ് നിനക്ക് പിടിക്കില്ലല്ലോ എന്ന് ശങ്കു ചോദിക്കുമ്പോഴത്തേക്കും, അതൊക്കെ പണ്ടല്ലേ, ഞാനിനി അതിനോട് പൊരുത്തപ്പെട്ടോളാം. അവിടെ നമുക്ക് വീടുണ്ട്, ജോലിക്കാരുണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഓരോ നിമിഷം എനിക്ക് ചിത്തിരെക്കുറിച്ചുള്ള ഓർമ്മകളാണ് വരുന്നത്. ഈ വീട്ടിൽ എവിടെയോ അവൾ ഉണ്ടെന്ന് തോന്നുന്നു. പിന്നീട് അത് മനസ്സിലാക്കുമ്പോൾ എനിക്ക് സങ്കടം സഹിക്കാനായിട്ട് സാധിക്കുന്നില്ല. ഞാൻ പൊട്ടിക്കരയാണ് ശങ്കു ചെയ്യുന്നത്. എനിക്കിങ്ങനെ വയ്യ എന്ന് പറയാട്ടോ ചെയ്യുന്നത്. ഞാൻ കണ്ടതിലേക്ക് വെച്ച് ഏറ്റവും മിടുക്കിയായിട്ടുള്ള കുട്ടിയാണ് ചിത്തിര. ഇത്രയും മിടുക്കിയായിട്ടുള്ള ഒരു കുട്ടിയെ ഞാൻ കണ്ടിട്ടില്ല. അവളെ എനിക്ക് നഷ്ടപ്പെട്ടത് എനിക്ക് ഓർക്കാൻ പോലും പറ്റുന്നില്ല. പക്ഷേ അവളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്തതെന്നും ക്യാപ്റ്റൻ പറയാട്ടോ ചെയ്യുന്നത്. ഇനി എനിക്കിവിടെ ഒരു നിമിഷം പോലും നിൽക്കാനായിട്ട് സാധിക്കില്ല, എനിക്ക് എത്രയും പെട്ടെന്ന് തിരികെ പോകണമെന്നും ക്യാപ്റ്റൻ പറഞ്ഞ് പൊട്ടിക്കരയാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ ശങ്കു പറഞ്ഞ്, നീ വിഷമിക്കാതെ, പോകുന്നതിന് മുമ്പ് നമുക്ക് ചിത്തിര ഒന്നും കൂടെ കാണണമെന്ന് ചോദിക്കുന്നു. വേണ്ട ശങ്കു, കണ്ടു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് സഹിക്കില്ല, അവൾ വലിയ IAS ആകുമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്, ഞാൻ TV-യിലൂടെ അവളെ കണ്ടോളാമെന്നും ക്യാപ്റ്റൻ പറയാട്ടോ ചെയ്യുന്നത്. ഇവിടെ പാല് കാച്ച ചടങ്ങുകൾ മറ്റു വേണ്ടിയുള്ള ആഘോഷങ്ങൾ നടക്കുമ്പോഴത്തേക്കും അങ്ങോട്ട് അതിഥിയായിട്ട് എത്തുന്ന പ്രതിഭയായിട്ടോ. പ്രതിഭയാണെങ്കിൽ ഒരു കേക്കുമായിട്ടാണ് വരുന്നത്. അപ്പോൾ കൊലയാളിയെ ഏർപ്പാട് ചെയ്തിട്ടുണ്ടെന്നുള്ളതും അതുപോലെ തന്നെ അയാൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നൊന്നും പ്രതിഭയ്ക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. വലിയ കാര്യത്തിൽ വരികയാണ് അവസാനമായിട്ട് മല്ലികാമ്മയ്ക്കും ചിത്തിരയ്ക്കും ഒരു കേക്ക് സമ്മാനിക്കുന്നതിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഉടനെ തന്നെ പ്രതിഭ എന്നിങ്ങനെ ഒരു വിളിക്കുക കേട്ടോ മല്ലികാമ്മ ചെയ്യുന്നത്. നീ എന്താ വിചാരിച്ചത്, നീ വിളിച്ചില്ലെങ്കിൽ ഞാൻ വരും, നിങ്ങളുടെ ഒരു നന്മ വരുമ്പോൾ ഞാൻ പിന്നെ വരാതിരിക്കുന്നത് ശരിയല്ലോ, ഇത് വാങ്ങിക്കും, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പറഞ്ഞ് ചെയ്യിപ്പിച്ച കേക്കാന്ന് പറഞ്ഞു മല്ലികാമ്മ ആ കേക്ക് വാങ്ങിക്കുക കേട്ടോ ചെയ്യുന്നത്. എല്ലാം നല്ലതിന് വേണ്ടിയിട്ടാണെന്നുള്ള സൂചനയാട്ടോ പ്രതിഭയ്ക്ക് ആ കേക്കുമായിട്ട് വരാനായിട്ട് തോന്നിയത്. പിന്നീട് മല്ലികാമ്മ പറയുന്നുണ്ട്, എന്തായാലും മനുഷ്യർ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ മാറുന്ന ഇങ്ങനെയുള്ള സന്തോഷകരമായ നിമിഷങ്ങളല്ലേ എന്ന് പറയുന്നു. അപ്പോൾ തന്നെ പ്രതി പറയുന്നു, ഞാൻ നിങ്ങളുമായിട്ടേ ഒത്തുചേർന്ന് സൗഹൃദം പങ്കിടാനൊന്നും വന്നതൊന്നുമല്ല, ഞാനിങ്ങനെ ആലോചിച്ചപ്പോഴത്തേക്ക് ഇവിടെ വരണമെന്ന് എനിക്ക് തോന്നി, നീ വിളിക്കുകയും ചെയ്തില്ല, അതുകൊണ്ട് വന്നതാണ്, എനിക്ക് വേറെയും പല ഉദ്ദേശങ്ങളുണ്ടെന്നുള്ള രീതിയിൽ മോനെ വെച്ച് പ്രതിഭ സംസാരിക്കുക കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് ചിത്തിരയോട് പറയുന്നുണ്ട്, മോളെ നന്നായി, ആ ക്യാപ്റ്റൻ്റെ കയ്യിൽ ഒരുപാട് സ്വത്തുണ്ട്, അതുകൊണ്ട് നീ ഊറ്റി എല്ലാം ഇങ്ങനെ എടുക്കണമെന്ന് പറയാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ തന്നെ നീ എന്തൊക്കെയാണ് പ്രതിഭ പറയുന്നതെന്ന് മല്ലികാമ്മ ചോദിക്കുന്നു. അല്ല, അവൾ അങ്ങനെ നേടിയതല്ലേ ഈ വീടെന്ന് പറയുന്നു. ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാൽ നിങ്ങൾ ഇനി എവിടെ പോകും, ഇറക്കി വിട്ടാലും ഞങ്ങൾ പോകും, ഞങ്ങൾ താമസിച്ച വീട് ഏതായാലും നിനക്ക് അറിയാമല്ലോ, ഞങ്ങളൊരു വാടക വീട്ടിലാണെങ്കിൽ പോയി താമസിക്കുമെന്ന് പറയാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ തന്നെ മഹേഷ് പറയുന്നുണ്ട്, മതി ഈ പൊങ്ങച്ചം പറിച്ചില്ല, അകത്തേക്ക് വന്നാട്ടെ എന്ന് പറയാട്ടോ ചെയ്യുന്നത്. പൊങ്ങച്ചമോ അതെന്താന്ന് പോലും എനിക്കറിയില്ല എന്ന് പറയാട്ടോ ചെയ്യുന്നത് പ്രതിഭ. അപ്പോൾ ഉടനെ വഴുതനങ്ങ പോലിരിക്കുന്ന സാധനമാണെന്ന് മഹേഷ് കളിയാക്കി പറഞ്ഞു.
പിന്നീട് മല്ലികാമ്മ ആ കേക്ക് കൊണ്ടുപോയി കൊലയാളി കൊടുത്ത കേക്കിൻ്റെ അടുത്ത് തന്നെ വെക്കുക കേട്ടോ ചെയ്യുന്നത്. പിന്നീട് ആ കൊലയാളിയാണെങ്കിൽ നായിക്കിനെയും കാത്തിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴേക്കും നായിക്ക് അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. എല്ലാ പ്ലാനും വർക്കൗട്ടായി എന്ന് അയാൾ പറയാട്ടോ ചെയ്യുന്നത്. ഇന്ന് എന്തായാലും ആ വീട്ടിൽ പാലുകാച്ചും നടക്കും മരണവും നടക്കുമെന്ന് പറയുന്നു. മനസ്സിലായില്ല എന്ന് നായിക്ക് പറയാട്ടോ ചെയ്യുന്നത്. ഞാൻ അവർക്കൊരു കേക്ക് കൊണ്ട് കൊടുത്തു. ഞാൻ ആരാണെന്ന സാറിൻ്റെ വിചാരം കില്ലറാണെന്നല്ലേ, പക്ഷേ ഞാൻ അവർക്ക് റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹിയാണ്. ഞാൻ കൊടുത്ത കേക്കിൽ വിഷം കുത്തി വെച്ചിട്ടുണ്ട്. അവർക്ക് ഞാൻ വിഷ കേക്കാണ് കൊടുത്തതെന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന നായിക്കിന് സന്തോഷമാവട്ടോ ചെയ്യുന്നത്. ആ കേക്ക് കഴിച്ച് 1-2 മണിക്കൂറിനുള്ളിൽ തന്നെ അവർക്ക് മരണം സംഭവിക്കും. അത് നമുക്ക് കാണാമെന്ന് പറയാട്ടോ ചെയ്യുന്നത് ആ കൊലയാളി. അപ്പോൾ ഉടനെ നായിക്ക് ചിരിക്കുക കേട്ടോ ചെയ്യുന്നത്. എന്തായാലും നന്നായി, ഇത് വർക്കൗട്ട് ആവുകയാണെന്നുണ്ടെങ്കിൽ 2 പേരുടെയും മരണ വാർത്ത കേൾക്കാനായിട്ട് സാധിക്കുമെന്ന് പറഞ്ഞു. നീ എന്തായാലും ബുദ്ധിശാലിയായ ഒരു കൊലയാളി തന്നെയെന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ ആ കൊലയാളി പറയുന്നുണ്ട്, എനിക്കൊരു കുഴപ്പവും ഉണ്ടാവരുത് സാർ, അങ്ങനെ നോക്കിക്കോണം. 2 പേരുടെ മരണം നടക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്കും നിനക്കൊരു കുഴപ്പവുമില്ലാതെ ഞാൻ നോക്കിക്കോളാം. ഒരു നല്ല ഏതെങ്കിലും ഫുഡ് പോയിസൺ ആണെന്ന് പറഞ്ഞ് ഞാൻ കേസ് എഴുതി തള്ളിക്കൊള്ളാം. നീ ആ കാര്യത്തിൽ ഓർത്ത് ഒരിക്കലും പേടിക്കേണ്ട എന്നൊക്കെ പറയുന്നു. ഇവിടെ അതേസമയം പാലുകാച്ച് നടക്കുക കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ പാല് തിളച്ച് തൂവുന്നു, കിഴക്കോട്ടാണ് തൂവുന്നത്. ഇത് കാണുന്ന മല്ലികാമ്മയ്ക്ക് വലിയ സന്തോഷമാവുന്നു. എന്തായാലും ശുഭലക്ഷണമാണെന്ന് മല്ലികാമ്മ പറയുന്നു. അപ്പോൾ പ്രതിഭ അവിടെ നിന്ന് പറയുന്നു, പിന്നെ പാല് തിളച്ചാൽ വലത്തോട്ട് തൂവും, അതിന് ഇത്ര ശുഭലക്ഷണമെന്നൊന്നും വിധി എഴുതേണ്ട ഒരു ആവശ്യവുമില്ല എന്ന് പറയാട്ടോ ചെയ്യുന്നത്. ഇനി എന്തെല്ലാം നടക്കാനായിട്ട് പോകുന്നു എന്ന് പറയാട്ടോ ചെയ്യുന്നത്. വെറുതെ വഴക്ക് വേണ്ട പ്രതിഭയെ, നമുക്ക് എന്തായാലും കേക്ക് മുറിക്കാമെന്ന് പറയുന്നു. അങ്ങനെ മല്ലികാമ്മ ആ 2 കേക്കിൻ്റെയും അടുത്തേക്ക് വരുന്നു. അപ്പോൾ ചിത്ര ചോദിക്കുന്നത്, എന്താ അച്ഛമ്മ ആലോചിച്ചോട് നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇതിൽ ഏത് കേക്ക് എടുക്കണമെന്നാണ് ആലോചിക്കുന്നത്. ആദ്യം മല്ലികാമ്മ ആ വിഷക്കേക്ക് എടുക്കുക കേട്ടോ ചെയ്യുന്നത്, അയാൾ കൊടുക്കുന്നത്, അതായത് ആ കൊലയാളി കൊടുക്കുന്നത്. പിന്നീട് അത് താഴെ വെച്ചിട്ട് പറയുന്നുണ്ട്, പ്രതിഭ എന്തായാലും ഒരു കേക്കും കൊണ്ട് വന്ന സ്ഥിതിക്ക് പ്രതിഭ കൊണ്ടുവന്ന കേക്ക് എടുക്കാം, അതാവുമ്പോൾ അവൾക്കൊരു സന്തോഷമായിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അച്ചമ്മയ്ക്ക് ആ പ്രതിഭയെ സന്തോഷിപ്പിക്കാനാണല്ലേ നോക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അതോടുകൂടി ഈ പ്രശ്നങ്ങളെല്ലാം തീരുമെങ്കിൽ തീരട്ടെ എന്ന് കരുതിയിട്ടാണെന്ന് മല്ലികാമ്മ പറയാട്ടോ ചെയ്യുന്നത്. ആ പ്രശ്നമൊന്നും തീരാനായിട്ട് പോകുന്നില്ല അച്ചമ്മേ, അവർ രണ്ടും കൽപ്പിച്ചാണ് വന്നിരിക്കുന്നത്, പണ്ടില്ലേ കുത്തുവാക്കുകൾ പറയുന്നതെന്ന് പറയാട്ടോ ചെയ്യുന്നത് മല്ലികാമ്മയോട് ചിത്തിര. എന്തായാലും കുഴപ്പമില്ല, അവൾ ഉള്ള സ്ഥിതിക്ക് അവൾ കൊണ്ടുവന്ന കേക്ക് തന്നെ എടുക്കാം, അങ്ങനെയെങ്കിലും എന്തെങ്കിലും മാറ്റം അവൾക്ക് വന്നാലോ, അതുകൊണ്ട് നമുക്ക് അത് മുറിക്കാമെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ അച്ചമ്മയുടെ ഇഷ്ടമെന്ന് പറയാട്ടോ ചെയ്യുന്നത് ചിത്തിര. അങ്ങനെ പ്രതിഭ കൊണ്ടുവന്ന കേക്കാട്ടോ മുറിക്കുന്നത്, വിഷ കേക്ക് എടുക്കുന്നില്ല കേട്ടോ. അങ്ങനെ പ്രതിഭയാണെങ്കിൽ അറിയുന്നില്ല കില്ലറുടെ പ്ലാൻ ഇതായിരുന്നെന്ന്. പ്രതിഭ കൃത്യസമയമായിട്ട് പോയി ആ വിഷ കേക്ക് അവിടെ കൊണ്ടു കൊടുക്കുകയും ചെയ്തു. മണ്ടത്തരം എന്നല്ലാതെ എന്ത് പറയാനാണ്, ഇപ്പോഴും അവരുടെ പണിയെല്ലാം പാളിപ്പോവാട്ടോ ചെയ്യുന്നത്. പിന്നീട് എല്ലാവരെയും ക്ഷണിക്കാട്ടോ ചെയ്യുന്നത് മല്ലികാമ്മയും ചിത്തിരയും കൂടെ. അപ്പോൾ പ്രതിഭ ഇങ്ങനെ വന്ന് ഭയങ്കര സന്തോഷത്തോടു കൂടി നോക്കി നിൽക്കുന്നുണ്ട്. ഇത് നിൻ്റെ അവസാനത്തെ മധുരം തീറ്റി അടി, ഇന്നത്തോടു കൂടി നിൻ്റെ എല്ലാത്തിനും തീരുമാനമാവുകടി, ഞാൻ കൊലയാളി ഏർപ്പാടാക്കിയിട്ടുണ്ടെന്നുള്ള രീതിയിൽ ചിത്തിര കേക്ക് മുറിച്ച് മല്ലികാമ്മയ്ക്ക് കൊടുക്കുന്നു. അത് കാണുന്ന പ്രതിഭയ്ക്ക് ഭയങ്കര സന്തോഷമാകുന്നു. മല്ലികാമ്മ തിരിച്ച് ചിത്തിരയ്ക്കും കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഈ പ്ലാനൊന്നും കൊലയാളിയുടെ അറിയാതെ പ്രതിഭ നിന്നങ്ങ് സന്തോഷിക്കുകയാണ്. പിന്നീട് എല്ലാവർക്കും കേക്ക് മുറിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പ്രതിഭയ്ക്ക് മഹേഷ് ഒരു കേക്ക് മുറിച്ച് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. പ്രതിഭ ആ കേക്ക് കഴിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതിൽ വിഷം ചേർത്തിട്ടില്ല. വിഷം ചേർത്തിട്ടുണ്ടായിരുന്നെങ്കിൽ പ്രതിഭ ഒരിക്കലും ആ കേക്ക് കഴിക്കില്ല. അപ്പോൾ പ്രതിഭ കൊണ്ടുവന്ന കേക്കിൽ ഒന്നും തന്നെ ചേർത്തിട്ടില്ല കേട്ടോ. പ്രതിഭ കഴിച്ചിട്ട് പറയുകയും ചെയ്യുന്നുണ്ട്, ഇത് ഞാൻ കൊണ്ടുവന്ന കേക്കാണല്ലോ എന്ന് പറയുകയും ചെയ്യാട്ടോ ചെയ്യുന്നത്. പക്ഷേ അകത്താണ് വിഷക്കേക്ക് ഇരിക്കുന്നതെന്ന് അറിയുന്നില്ല കേട്ടോ. മിക്കവാറും പ്രതിഭ തന്നെ ആ കേക്ക് എടുത്തുകൊണ്ട് പോകും. പ്രതിഭ പെട്ടെന്ന് അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. പോയിട്ട് കൈ എഴുതാനായിട്ട് പോകുന്നതാണ്. പോയിട്ട് വരുമ്പോഴത്തേക്ക് ആ വിഷക്കേക്ക് അവിടെ ഇരിക്കുന്നത് കാണും. ഇത് കേക്കാണ്. അപ്പോൾ ഉടനെ തന്നെ പറയും, ഇവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻ കൊണ്ടുവന്നതെന്ന് പറയും കേട്ടോ.